ഒരു സഹോദരൻ അദ്ദേഹം എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വന്നൊരു കമന്റ് ആണ്, മുസ്ലിം സ്ത്രീകളെ നിനക്ക് പള്ളിയിൽ കൊണ്ട് നിസ്കരിക്കണ കോപ്പയെന്നോ അങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ ചേച്ചി കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ വേറൊരാൾ പറയുന്ന ഒരു വീഡിയോ ചേച്ചി എടുത്ത് റിയാക്ട് ചെയ്തതാണ്. മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ പള്ളിക്ക് കയറ്റുമോ അങ്ങനെയുള്ള രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ വീഡിയോൻ്റെ അടിയിലും ഒരുപാട് കമൻറ്റുകൾ കണ്ടു. നിങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോലും കയറാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലേക്ക് കയറ്റാനുള്ള സ്വാതന്ത്ര്യം ചോദിക്കണം, അങ്ങനെ ഒരുമാതിരി ഒരു സംഘികളുടെ കമൻ്റാണ് ഈ തരത്തിലുള്ളത് ഒരുപാട് വരിക കേട്ടോ. അവർ സംസാരിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ സ്ത്രീകൾ ശുദ്ധിയില്ലാത്ത വർഗങ്ങളാണ്, അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറ്റിയാൽ പള്ളി അശുദ്ധിയാവും, ആ രീതിയിലുള്ളൊരു കമൻറ്റുകളാണ് കൂടുതലും വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറിയത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാൻ പുറത്ത് പോയിട്ടുണ്ട്, അതായത് വേറൊരു അവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് പള്ളീൻ്റെ ഉള്ളിൽ കയറാനും നിസ്കരിക്കാനുള്ള ഇതുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ കയറണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധം ആക്കിയിരുന്നെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയേനെ സ്ത്രീകൾ. കാരണം വീട്ടിലത്തെ ജോലികൾ, മക്കൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 5 നേരവും ആണുങ്ങളെ പോലെ പള്ളിയിൽ വന്ന് തന്നെ 5 നേരവും നിസ്കരിക്കണം എന്നുള്ളൊരു നിർബന്ധ കൽപ്പന വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സുബിഹി നേരത്താണെങ്കിലും അല്ലാത്ത നേരത്താണെങ്കിലും ഒക്കെ എന്ത് ബുദ്ധിമുട്ടിയേനെ. അപ്പോൾ പടച്ചവൻ്റെ ഒരു ഭയങ്കര ഒരു വലിയൊരു കാരുണ്യമാണ്. അതെല്ലാം കണ്ടറിഞ്ഞ് സ്ത്രീകൾക്ക് ഒരുപാട് ഇളവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കേണ്ടെന്ന് പറയുന്നു. അത് ആ ഒരു സ്ത്രീക്ക് ഒരുപാട് പ്രയാസങ്ങൾ, മൂഡ് സ്വിങ്സും ഒരുപാട് ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു ടൈമാണ് മെൻസസ് ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് നിസ്കരിക്കേണ്ട എന്നൊക്കെ പറയുന്നത് അത് സ്ത്രീകൾ ശുദ്ധിയില്ല അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. അത് നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അതിൽ കാണേണ്ടത്. കാരണം നമ്മൾ അവസ്ഥ മനസ്സിലാക്കി പടച്ചോനക്ക് ചെയ്യേണ്ട നിസ്കാരം പോലും പടച്ചോൻ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇളവ് തന്നു. അപ്പോൾ ഇത് വലിയൊരു കാരുണ്യമാണത്. കാരണം സ്ത്രീകളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി സ്ത്രീകൾക്ക് ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട്. പുരുഷന്മാർക്ക് യുദ്ധമുണ്ടെങ്കിൽ പോയേ പറ്റൂ, പോവൽ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പടച്ചവന് ഓരോ മനുഷ്യർക്കും, ഓരോ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർക്ക് വേണ്ട സംഭവങ്ങൾ പടച്ചവന് നല്ല രീതിയിൽ എഴുതി കുറിച്ചിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള പലതരം പരീക്ഷണങ്ങളാണ്. ക്യാഷിൻ്റെ പരീക്ഷണമായിക്കോട്ടെ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ആത്മാവിനും താങ്ങാവുന്ന പരീക്ഷണമേ പടച്ചവൻ തരുള്ളൂ എന്നുള്ളത്. അപ്പോൾ പടച്ചവൻ എന്ത് പരീക്ഷണം തന്നാലും നമ്മളത് ക്ഷമയോടെ നമ്മൾ മനസ്സിലാക്കണം. പടച്ചവൻ നമുക്ക് താങ്ങാവുന്ന പരീക്ഷണം മാത്രമേ തരുള്ളൂ എന്ന്. ക്ഷമയോടെ പടച്ചവനെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പടച്ചവനിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക. ഇതുപോലെ മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും ഇസ്ലാമിൽ അടിച്ചമർത്തുന്നില്ല. ഇതൊന്നും അറിയാതെ വെറുതെ സംഘികൾ മറ്റുള്ള മതത്തിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെറുതെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊരു ലക്ഷ്യവും അവർക്കില്ല. ഇപ്പോൾ ഈ ചേച്ചിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്നൊരു ചേച്ചിയാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ചേച്ചിയാണ്. ഈ ചേച്ചിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് നല്ല വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.